നമസ്കരിക്കൂ. അച്ഛൻ ആരെയാണ് ചവിട്ടിത്തള്ളിയെന്ന് അറിയാമോ? ഈ വിഷപ്പാമ്പിനെ തന്നെ. അച്ഛാ, നാഗമ്പുഴത്ത് സ്വരൂപത്തിന്റെ അഭിമാനവും സൽപ്പേരും ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ഈ രാജവംശത്തിന് തീരാക്കളങ്കം വരുത്തി വെക്കാനുള്ള ധൂമകാലമാണിത്. നമ്മുടെ കൺമുമ്പിൽ ഇവനെ ഇനി കണ്ടുപോകരുത്. അച്ഛാ, വിരൂപനാണെങ്കിലും എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് അദ്ദേഹം. കുഞ്ഞുനാൾ മുതൽ സീതയുടെയും സാവിത്രിയുടെയും കഥകൾ പറഞ്ഞു തന്ന് പതിവ്രതാധർമ്മം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള അച്ഛൻ ഇത്ര ഹീനമായി പെരുമാറുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി അച്ഛനേക്കാൾ വലുത് എനിക്ക് എന്റെ ഭർത്താവാണ്. അദ്ദേഹത്തിന്റെ സുഖമാണ് എന്റെ ഈ സുഖം. ആ മനസ്സ് നീരിയാൽ ഞാൻ സഹിക്കില്ല അച്ഛാ. എന്റെ ഭർത്താവ് അപമാനിതനായി തീർന്ന ഈ കൊട്ടാരത്തിൽ ഇനി ഞാൻ നിൽക്കില്ല. അച്ഛൻ എനിക്ക് തന്ന ആടെ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പോകുന്നു. പ്രഭു, നാളെ അങ്ങേക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ സിംഹാസനം. അപമാനത്തിന്റെ എരുതിയിൽ നിന്നുകൊണ്ട് ഈ സിംഹാസനം അലങ്കരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടി. എങ്കിൽ വരൂ, ജീവിതകാലം മുഴുവൻ വിശ്വസ്തയായ ഭാര്യയായി ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകും. ആൺകുഞ്ഞാണോ? അവന്റെ അച്ഛനെ പോലെ അവൻ വിരൂപനാണോ സതി? അല്ല, അവൻ സുന്ദരനാണ്. സൂര്യൻ ഉദിച്ചതുപോലെ ഇരിക്കും. അകത്തേക്ക് വരും. മക്കളെ, നിനക്കൊരാൺകുഞ്ഞ് ജനിച്ച് അവൻ 5 വയസ്സ് തികയുമ്പോൾ നാഗമാണിക്യവും കൊടുത്ത് അവനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് അയക്കുക. ഇല്ല, എന്റെ മോനെ ഞാൻ അയക്കില്ല, ഒരിക്കലും അയക്കില്ല. മക്കളെ, മോനെ. മാതാ മാതാ പിതാ പിതാ ഗുരു ഗുരു ദൈവം ദൈവം മാതാ മാതാ പിതാ പിതാ ഗുരു ഗുരു ദൈവം ദൈവം താണ് താന് നിലത്തെ നിലത്തെ നീരോടു നീരോടു അവിടെ അവിടെ ദൈവം ദൈവം തുണ ചെയ്യൂ തുണയുള്ളൂ. താണ് മോനെ. അടിയൻ ദിവസങ്ങൾ ചെല്ലുന്തോറും മകളോട് നാം ചെയ്ത് തെറ്റായിപ്പോയെന്ന് തോന്നൽ നമ്മ വല്ലാതെ അലട്ടുന്നുണ്ട്. പൊന്നുതമ്പുരാനെ, സത്യം പറഞ്ഞാൽ ഈ രാജകുടുംബത്തിന്റെ അന്തസ്സ് നിലനിർത്താൻ വേണ്ടി കൊച്ചുതമ്പുരാട്ടി ഒരു വലിയ ത്യാഗമാണ് ചെയ്തത്. ആ സന്ദർഭത്തിൽ ദുരഭിമാനം നമ്മളെ കീഴടക്കി. നിഷ്കരണം നോവർ പറഞ്ഞയച്ചു. എല്ലാം ദൈവഹിതം. വീരഭദ്ര, അടിയൻ, നമ്മുടെ കാലശേഷം ഈ സ്വരൂപം അന്യം നിന്നു പോകാൻ ഇടയാകരുത്. അനുയോജ്യനായ ഒരാളെ നമുക്ക് ദത്തെടുക്കാം. മകൾ ജീവിച്ചിരിക്കുമ്പോ ദത്തെന്തിന്? ആ വിരൂപനെ കിരീടവാശിയാക്കാനോ? സുന്ദരനായാലും വിരൂപനായാലും എന്റെ മകളുടെ കാര്യത്തിൽ താലി കെട്ടിയവൻ. സതിയും ഭർത്താവും എവിടെ ഉണ്ടെങ്കിലും ഉടനെ തേടി പിടിച്ച് ഇവിടെ കൊണ്ടുവരണം. 5 വർഷത്തിന് മുമ്പ് ഇറങ്ങിപ്പോയവരെ എവിടെ പോയി അന്വേഷിക്കാനാ? ഈ ഭൂമുഖത്ത് എവിടെയുണ്ടെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് നമ്മുടെ കൂടെ ആവശ്യമാണ്. അടിയൻ ഭജനയും ഭക്തിയായി കഴിഞ്ഞ തമ്പുരാന്റെ മനസ്സു മാറ്റിയത് ആ ശേഷയ്യർ ഒരുത്തനാ. കുറച്ചു ദിവസം കൂടി ക്ഷമിക്കൂ. ശേഷയ്യന്റെ ശേഷക്രിയ നമുക്ക് നടത്താം. നീ പോയി അവരന്വേഷിച്ച് കണ്ടുപിടിക്കും. ഉത്തരവ്.
ദേവദത്ത, എന്താ സുഖമാണോ? പരമസുഖം. അതറിയാനായിരിക്കും ഇങ്ങോട്ട് എഴുന്നള്ളിയത്. 5 വർഷമായില്ലേ കിടപ്പ് തുടങ്ങിയിട്ട്? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്റെ പൊന്നു ശ്രവണേ, ഞാൻ എന്റെ തീരുമാനം മാറ്റി. എന്ന് വെച്ചാൽ? നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറായി. സത്യമാണോ ഈ പറയുന്നത്? സത്യം. പക്ഷെ ഒരു നിബന്ധന. എന്താ? എന്നെ ആകാശം ഒന്ന് കാണിക്കണം. അത്രേ ഉള്ളൂ. വരൂ. ശ്രവണേ, ഈ കുന്തത്തിന്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെ വരും? വരൂ. ഞാൻ വിടകൊള്ളുന്നു. കൊച്ചമ്പരാറ്റിയും ഭർത്താവിനെ ഈ കാട്ടിൽ എവിടെ പോയി കണ്ടുപിടിക്കാനാ? വിശന്നാണെങ്കിൽ എന്റെ പ്രാണം പോകുന്നു. എടാ കാട്ടുവെള്ളരിക്കാ, പറിച്ചു തിന്നോ? അയ്യോ, അത് വിഷമാ, തിന്നാ ചത്തുപോകും. ആഹാ, എന്നാ ബാ. അയ്യോ, എന്റെ പുന്നാര ആകാശമേ, നിന്നെ ഞാൻ ഇനി കാണുമെന്ന് വിചാരിച്ചതല്ല. ഇതെന്താണ്? ഒന്ന് ചുമ്മാതിരി, ഞാൻ ഈ ഭൂമിയിലെ വായു ഒന്ന് ശ്വസിച്ചോട്ടെ. ആകാശം കണ്ടില്ലേ? ഇനി നമുക്ക് പോകാം. എന്റെ പൊന്നു കൊച്ചെ, ഭൂമിയിൽ വന്നതല്ലേ, ഒന്ന് കുളിക്ക്. നാഗലോകത്തുള്ളൊരു കുളിക്കാറില്ല. ചുമ്മാതാന്നോ ഈ നാറ്റം? അടുത്ത് വന്നാ പാമ്പ് വാ പൊളിക്കുന്ന മണമാണ്. ദേവതത്തിന് വേണ്ടി ഞാൻ കുളിക്കാം. ഓ സന്തോഷം. ദോ ആ കാണുന്നതാണ് വെള്ളം. എന്തോന്നാ? വള്ളം. വള്ളമല്ല, വെള്ളം. വാ വാ. പതുക്കെ പതുക്കെ. ഒരു നിമിഷം കൊണ്ട് ഞാൻ കുളിച്ചിട്ട് വന്നേ. അയ്യോ വേണ്ട, ഒരു ദിവസം എടുത്തോ, അഴുക്കെല്ലാം ഒന്ന് തേച്ചിറക്ക്. ഞാൻ അപ്പുറത്തങ്ങനെ ഇരുന്നോളാം. അയ്യോ, ഇതാര്? കൊച്ചുമ്പുരാട്ടിയോ? നിങ്ങൾ? ഞാൻ ദേവദത്തൻ. ഞാനും ജയദേവനും ഒരുമിച്ചാണ് നാഗലോകത്ത് പോയത്. അയ്യോ, ജയദേവൻ വിരൂപനായത് എങ്ങനെയാണെന്ന് ഇതുവരെ പറഞ്ഞില്ലേ? ഇല്ല. പറഞ്ഞാൽ തലപൊട്ടി മരിക്കുമെന്നായിരുന്നു ശാപം. അതുകൊണ്ടായിരിക്കും പറയാതിരുന്ന്. എന്താണ് നടന്നത്? ഈ മകൻ നാഗമാണിക്യമായി ഗുഹയിൽ ചെന്ന് ചെപ്പെടുത്തുകൊണ്ട് വന്ന് ജയദേവന്റെ മുമ്പിൽ തുറന്നാലേ ശാപമോക്ഷം കിട്ടൂ. ഏതായാലും ഈശ്വരനാണ് നിങ്ങളെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചത്. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനത് അറിഞ്ഞു. എന്റെ ജീവൻ ബലി കഴിച്ചാലും ഞാൻ എന്റെ ഭർത്താവിനെ രക്ഷിക്കും. ആ ദിവസം വരെ ക്ഷമയോടെ കാത്തിരിക്കൂ. എനിക്ക് ജയദേവൻ ഒന്ന് കാണണമല്ലോ. വരൂ. ദേവദത്ത, ദേവദത്ത, ദേവദത്ത. ജയദേവ. ആര്? ദേവദത്തനോ? എന്റെ ഈ രൂപം കാണുമ്പോ എന്റെ ഉള്ളു വേദനിക്കുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ച നിനക്ക് ഇത് സംഭവിച്ചല്ലോ ജയദേവ. സാരമില്ല ദേവദത്ത, എല്ലാം ഈശ്വര നിശ്ചയമാണ്. ആട്ടെ, നീ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു? ഇറക്കടാ. ഓഹോ, നിങ്ങൾ ഏത് നരകത്തിൽ പോയി താമസിച്ചാലും ശകുനം കണ്ടുപിടിക്കും. അപ്പോ സംഭവിച്ചതെല്ലാം നീ സതിയോട് പറഞ്ഞു? അതിനുവേണ്ടിയായിരിക്കും ഈശ്വരൻ എന്നെ ഇപ്പൊ ഇവിടേക്ക് കൊണ്ടുവന്നത്. അയ്യോ അയ്യോ, അവൻ പുറകെ വരുന്നു. ദേവദത്ത, കുളിച്ചോ? എന്നാ നമുക്ക് നാഗലോകത്തേക്ക് പോവാം. അയ്യോ, ഞാൻ രക്ഷപ്പെടാൻ നോക്കിയതല്ല. പിന്നെ
കുറെ കാലത്തിന് ശേഷം ആകാശവും ഭൂമിയും ഒരുമിച്ച് കണ്ട സന്തോഷം സഹിക്കാൻ വയ്യാതെ ഞാൻ ഓടിപ്പോയതാണേ. അയ്യോ. ശ്രവണേ, ഇയാൾ പറയുന്ന നേരാണോ? കള്ളം, പച്ചക്കള്ളം. സ്ത്രീകൾ കുളിക്കുന്നത് നോക്കി നിൽക്കുന്ന ശരിയല്ലല്ലോ എന്ന് കരുതി ഞാനൊന്ന് മാറി നിന്നതാ. നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് നിങ്ങളുടെ മുഖം പറയുന്നു. അയ്യോ, ഞാൻ ജനിച്ചപ്പോ മുതലേ എന്റെ മുഖം ഇങ്ങനെ. സംശയമുണ്ട്, എന്റെ അച്ഛനോട് ചോദിച്ചാ മതി. ശ്രവണേ, ഇനി ഇയാൾ ചാടിപ്പോകാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അയ്യോ, ചതിക്കല്ലേ. ഇയാളെ ഒരു കരടിയാക്കി കളയാം. ഇയാളുടെ പേരിൽ എന്ന് നിനക്ക് വിശ്വാസം ഉണ്ടാവുന്നുവോ അന്ന് നിനക്ക് ഇയാളെ പഴയ രൂപത്തിലാക്കാം. അയ്യോ അയ്യോ, ഞാൻ ഇങ്ങനെയായി പോയല്ലോ. അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ജിമുത, ഇപ്പോഴേ മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു? മനോഹരമായിരിക്കുന്നു റാണി. ചിരിക്കാതാണ് നപുംസകവൻ. റാണി, യവൻ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്തോളാം. ദയവേ തന്നെ ഒരു മനുഷ്യനാക്കും. വേണ്ട, കുറെ കാലം നീ ഇങ്ങനെ തന്നെ കഴിയും. ശ്രവണേ, നിന്നെ വിളിച്ചോണ്ട് പോവും. ദേവദത്ത, പിണങ്ങാതെ വാ. ഓഹോ, അപ്പോൾ അവർ കാട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയാണല്ലേ? പരമസുഖം. ഒരു മകനുമുണ്ട്. അവരിവിടെ കൊണ്ടുവന്നാൽ അടുത്ത ദിവസം തന്നെ തമ്പുരാൻ ആ ചെറുക്കനെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കും. അതിന് സംശയം വേണ്ട. ശകുന, അടിയൻ, നീ നമ്മുടെ 4 ഭടന്മാരെയും കൂട്ടി ഉടനെ പുറപ്പെടണം. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ തീ വയ്ക്കണം. ആ തീയിൽ എല്ലാവരും എരിഞ്ഞ് ചാമ്പലാകണം. നീനാണ് ഇപ്പോഴാണ് അറിഞ്ഞത്. ആരവിടെ തളവിടും? പല്ല് പൊഴിഞ്ഞ പാമ്പ് പത്തി വിടർത്തുന്നു. ഇയാൾ ഇട്ടവയിൽ അടയ്ക്കൂ. വീരഭദ്ര, ഇത് നന്ദികേടാണ്. നന്ദിയും നന്ദികേടും ഞാൻ നോക്കിക്കൊള്ളാം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ എന്റെ ആജ്ഞാനോർത്തിയെ കഴിഞ്ഞോളൂ. ഇത്രയും കാലം കൊട്ടാരത്തിൽ സുഖിച്ചു കഴിഞ്ഞില്ലേ? ഇനിയുള്ള കാലം ഈ ഇരുട്ടറയിലാകട്ടെ. എടാ നന്ദി കിട്ടവന്, നിന്നോട് ഈശ്വരൻ പകരം ചോദിക്കും. ഈശ്വരനോ? ഈ നാഗമഠത്ത് കോട്ടയിൽ കടക്കാൻ ഒരു ഈശ്വരനും ഇനി ധൈര്യപ്പെടില്ല.